ഭയങ്കര വെറൈറ്റിയാണ് സംഭവം. ഏവയ്ക്ക് ഡ്രസ്സൊന്ന് നമുക്ക് ഇട്ട് നോക്കിയിട്ട് എടുക്കാം. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിട്ട് പോവാണ്. വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ പോകാന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലേ. അതെ, പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോവാ അല്ലേ. അതെ, ഷോപ്പിങ്ങിന് പോവാണ്. ഏമോള് പുറകിൽ ഇരിപ്പുണ്ട്. അതെ, ഏവമോള് ഇവിടെ ഇരിപ്പുണ്ട്. പോകുന്നതിന് മുന്നേ നമ്മുടെ വീടും പരിസരവും എല്ലാം ഒക്കെ വൃത്തിയാക്കേണ്ട കാര്യമുണ്ടായിരുന്നല്ലേ. പിന്നെ പുതിയ സാധനങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. അപ്പൊ ഇതെല്ലാം കുത്തി നിറയ്ക്കാൻ കൂടെ സ്ഥലം വേണ്ടേ. പഴയ തുണികളും കാര്യങ്ങളും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എല്ലാം കൊണ്ടുപോയി കറക്റ്റ് ആയിട്ട് ഡംപ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്, അവിടെ കൊണ്ട് കളയാന്ന് കരുതി. അപ്പൊ പിന്നെ നമുക്ക് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ബോട്ടിൽസ് ഉണ്ട്. നമ്മുടെ വീടെല്ലാം ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറെ നാളായിട്ട് എംറ്റി ബോട്ടിൽസ് ഒന്നും റിട്ടേൺ ചെയ്തിട്ടില്ല. അതായത് നമ്മൾ കുടിക്കുന്ന സോഡ, അങ്ങനെയുള്ള ഓരോ ക്യാനുകളൊക്കെ ഇല്ലേ. അപ്പം അതിന്റെയൊക്കെ ബോട്ടിൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് അവിടെ ഇവിടെ വലിച്ചെറിയാതെ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. സ്റ്റോറേജ് എല്ലാം ഫുള്ളായി, ഈ ബോട്ടിൽസ് എല്ലാം വെച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് സാധനങ്ങളൊക്കെ നിറയ്ക്കണമല്ലോ. തിരിച്ചു വരുമ്പോൾ ഒരുപാട് സാധനങ്ങളായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത്. ഏകദേശം 100 എത്ര കിലോ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്? നമുക്ക് 110 കിലോ അങ്ങനെ കൊണ്ടുവരാൻ തോന്നുന്നു. അതെ, 110 കിലോ കൊണ്ടുവരാം. ഞങ്ങൾ ലഗേജിന് വേണ്ടിയിട്ട് കുറച്ച് ലോങ് ആയിട്ടുള്ള വെയിറ്റിംഗ് ടൈം ആണ് എടുത്തിട്ടുള്ളത്. അതെ, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം. പിന്നെ അല്ലെങ്കിൽ തന്നെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നും ഇവിടെ നിന്നില്ല. നമ്മൾ ഡൽഹി പോയിട്ട് എങ്ങനെയായാലും കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണ്. അപ്പൊ ഞങ്ങൾ ഏറ്റവും നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഞങ്ങൾ എടുത്തേപ്പുണ്ട്. അപ്പൊ അത് നമുക്ക് പിന്നീടുള്ള കാര്യങ്ങളിലെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പൊ എന്തായാലും നമുക്ക് ഷോപ്പിലോട്ട് പോവാം. എന്താ ബാ. എന്നാണെന്നുണ്ടെങ്കിൽ ചെറിയ മഴക്കാറും ഇതാ കണ്ടില്ലേ, മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അതെ, രാവിലെ രാത്രിയിലൊക്കെ എന്തൊരു മഴയായിരുന്നു. വെളുപ്പിനെ ചെടികളൊക്കെ മഞ്ഞ കളറാകാൻ തുടങ്ങി. ഇരുട്ടാണ്, ഇങ്ങനെ വെട്ടമില്ല ശരിക്കും വീഡിയോ എടുക്കാനായിട്ട്. ഇരുണ്ട് മൂടി കിടക്കുകയാണ്, ഭയങ്കര ക്ലൗഡിയാണ്. അതെ, പാടങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം എല്ലാരും കൊയ്ത് തീർത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിന്റെ ഒക്കെ പാടമൊക്കെ നേരത്തെ അവർ കൊയ്തെടുത്തു. അതെ, ഇത് കണ്ടോ, ഈ മരങ്ങളൊക്കെ ശരിക്കും മഞ്ഞ കളറായിട്ടുണ്ട്. ബിർച്ച് മരങ്ങളാണ് പെട്ടെന്ന് മഞ്ഞയാവുന്നത്. വിശക്കുന്നു. നമ്മൾ രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ഏവയാണെന്നുണ്ടെങ്കിൽ കോട്ടവായിട്ട് കുഴയുന്നു. അവക്ക് കൊടുത്തൊന്നും അവള് കഴിച്ചുമില്ല. അപ്പം എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോവാന്ന് കരുതി. അപ്പൊ ഒരു ഷോപ്പിങ്ങിന്റെ എനർജി ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ നമുക്കിവിടെ കയറി വല്ല വാങ്ങിച്ച് കഴിക്കാം. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴത്തേക്കാണ് ഷോപ്പ് തുറന്നിട്ടില്ല. ഇനി ഒരു 15 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ അതിന്റെ തൊട്ടപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പ് ഉണ്ട്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കിട്ടും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയറിയതാണ്, നമുക്ക് എന്തെങ്കിലും ടൂൾസും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് ഒന്ന് നോക്കാനായിട്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അപ്പം നമ്മുടെ ഷോപ്പ് തുറന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം പോയി വല്ലതും കഴിക്കാം. അതെ, നല്ല കാറ്റാ. അപ്പൊ വിനോദ് പോയി ഓർഡർ ചെയ്തിട്ട് വരട്ടെ. ഞാൻ ഏവെ നോക്കിയിട്ട് ഇവിടെ ഇരിക്കാം. എനിക്ക് ബർഗർ മതി. എനിക്കാണെങ്കിൽ ഓക്കെ, സോസേജ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ചേർത്തിട്ടുള്ള ഒരു സാധനം. ഞാൻ ഏവയും കൂടെ അത് കഴിക്കും. അതെ, ഓക്കെ. നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇത് ഫ്രഞ്ച് ഫ്രൈസും സോസേജും ആണ്. പിന്നെ ഷാരിക്ക് വേണ്ടിയിട്ട് ബർഗർ ബീഫ് ബർഗർ. നമ്മളിത് ഫേവറേറ്റ് ഡ്രിങ്ക് കുടിച്ചോണ്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? ഏവയുടെ ഫേവറേറ്റ് സാധനമോ ഇത്? ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇതാ നമ്മൾ പ്ലേറ്റ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോകാം. ഫോണെടുക്ക്. നല്ല കാറ്റുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇനി നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. പൂഞ്ഞാലാ? പൂഞ്ഞാലാണോ കുഞ്ഞിന്? കാറ്റാ, പോവാം. ഭയങ്കര കാറ്റാണ്. എന്റെ പൊന്നെ, കാറ്റെന്ന് അപ്പൊ നമ്മൾ ബോട്ടിൽസ് എല്ലാം റിട്ടേൺ ചെയ്തപ്പോൾ ഏകദേശം 54 യൂറോ, അതായത് ഇന്ത്യൻ മണി 5000 രൂപയോളം ഉണ്ടായിരുന്നു. അതെ അതെ, ഇവിടെ എക്സോസ്റ്റോ എന്താ സംഭവം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഭയങ്കര സൗണ്ട്. ഏവയ്ക്കാണോ? 2-3 മണിക്കൂർ കൊണ്ട് വളരെ കുറച്ച് ഷോപ്പിംഗ് മാത്രം. ഇനി വേറെ ഷോപ്പിൽ കയറാനുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒന്ന് ബില്ല് ചെയ്യാം. നമ്മൾ ആദ്യം ഇതാണ് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് അതിന് ബാക്കി പൈസ കൊടുക്കും. ഭയങ്കര കാറ്റാണേ. ഏകദേശം ഒരു 45 കിലോമീറ്റർ. അപ്പൊ
നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കുറച്ച് ഏവയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മരുന്ന് വാങ്ങണം. നാട്ടിൽ പോകുമ്പോൾ വല്ല പനിയോ ഇനിയോ വല്ലതും വന്നാലോ. അതെ, അതുകൊണ്ടൊരു സേഫ്റ്റിക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഞങ്ങൾ വാങ്ങിച്ചോണ്ട് പോയിട്ടായിരുന്നു. കാരണം നാട്ടിൽ ചെല്ലുമ്പോൾ കാലാവസ്ഥയൊക്കെ മാറുന്നതുകൊണ്ട് ഏമോക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ സാധാരണ പനി വരാറുണ്ട്. അപ്പം എന്തായാലും നമുക്ക് വാങ്ങിച്ച് ഒരു സേഫ്റ്റിക്ക് കയ്യിൽ കരുതാം. എന്തായാലും ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വരട്ടെ. അതെ. അപ്പോൾ ഇതാ പനഡോള്, ബുറാന അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഏമോളുടെ ആണ് ഇതൊക്കെ. ചെറിയ പനിക്കും പെയിൻ കില്ലറും അതൊക്കെയാ. അതെ. അതെ. അപ്പൊ ഏവയ്ക്ക് ഡ്രസ്സ് ഒന്ന് നമുക്ക് ഇട്ട് നോക്കിയിട്ട് എടുക്കാം. ഇത് കുറച്ച് വലുതായിരിക്കും അല്ലേ? നോക്കിക്കേ. രാവിലെ ഇറങ്ങിയ ആൾക്കാരാ, വിശന്നിട്ട് വയ്യ. അപ്പൊ എന്താ എല്ലാരും ഓരോന്നൊക്കെ കഴിക്കാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിച്ചോണ്ടിരിക്കുകയാണ്. അതായത് കോക്കനട്ട് വാട്ടർ ഉണ്ടോ നമ്മുടെ, എന്താ പറയുന്നേ, തേങ്ങാവെള്ളം. അപ്പം നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് തേങ്ങാവെള്ളമൊക്കെ കുടിക്കാം. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഈ പാക്കറ്റിലെ തേങ്ങാവെള്ളം ഓർഗാനിക് കോക്കനട്ട് വാട്ടർ എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷെ അത്രയും ഓർഗാനിക് ഒന്നും അല്ല. ഇതിപ്പോ 3ാമത്തെ ഷോപ്പിലാ ഇന്നത്തെ ദിവസം കേറുന്നത്. ഓരോരോ സാധനങ്ങൾ നമുക്ക് ഓരോരുത്തർക്ക് കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ ഓരോരുത്തരത്തേക്ക് കയറി ഇറങ്ങുന്നതാണ്. എന്താ പറഞ്ഞ അങ്ങനെ വൈറ്റ് ടീഷർട്ട് നോക്കി കിടന്ന് ഒരു വൈറ്റ് ടീഷർട്ട് കിട്ടിയിട്ടുണ്ട്. എങ്ങോട്ട് നല്ല വൈറ്റ് ടീഷർട്ട് കിട്ടുന്നില്ല. അതെ, വൈറ്റ് ടീഷർട്ട് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും ഇത് ഇഷ്ടപ്പെട്ടു. ഇത് എടുത്താലോ? യെസ്. ഇവിടെ ഫിൻലാൻഡിൽ ഫിനിഷുകാർ ഒരുപാട് കഴിക്കുന്നൊരു സംഭവമാണിത്, ക്യാൻഡീസ്. അതും പല ടേസ്റ്റും പല ഫ്ലേവറും അല്ലേ. ഭയങ്കര വെറൈറ്റിയാണ് സംഭവം. അതെ, ചിലത് പറയാൻ പറ്റാതെ എന്തോ ടേസ്റ്റ് ഒക്കെ ആയിരിക്കും. അതെ, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയതുകൊണ്ടേ. ഇതൊക്കെ അതെ കാണുമ്പോഴേ അറിയാം. പുളിയുള്ളത് കാണുമ്പോൾ അറിയാം, മധുരം ഉള്ളത് കാണുമ്പോൾ അറിയാം. പിന്നെ ഈ ബ്ലാക്കിനൊക്കെ എന്തൊക്കെയോ ഒരു ടേസ്റ്റ് ഒക്കെയാണ്. ചിലതൊക്കെ നല്ലതാണ്, ചിലതൊക്കെ അയ്യോ. അതെ, പക്ഷെ ഇതൊക്കെ നല്ലതാണ് കേട്ടോ. ഇവിടെയൊക്കെ ഉള്ളവരൊക്കെ ഒരുപാട് കഴിക്കാറുള്ളതാണ്. അതെ. ഏമോള് ഇതാ അവിടെ ഇരിപ്പുണ്ട്. എന്താ പൊന്ന? മുട്ടായി. വൈകുന്നേരം 6:30 നമ്മൾ എപ്പോഴാ വീട്ടിൽ നിന്ന് ഇറങ്ങിയ? 11 മണിക്ക് 11:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അതെ, വൈകുന്നേരം 6:30 ഇപ്പഴാ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞത്. അധികം സാധനം ഒന്നും വാങ്ങിയിട്ടില്ല. പൈസ ഒരുപാട് ചെലവാകുകയും ചെയ്തു. എങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഇവിടെ എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വിലയാണ്. എല്ലാം കഴിഞ്ഞു. നമ്മളിനി വീട്ടിലോട്ട് പോവാ അല്ലേ? അതെ. പിന്നെ വന്നിരുന്ന് മൂമി കുടിച്ചോണ്ടിരിക്കുകയാണ് കഴിക്കുന്നത്. അപ്പൊ നമുക്ക് വീട്ടിൽ പോകാം. വേഗമാട്ടെ. കാറ്റിന്റെ ഒക്കെ ശക്തി കൊണ്ടാന്ന് തോന്നുന്നു. വിൻഡ് മില്ലിന്റെ ഒരു സ്പീഡ് കണ്ടോ? നല്ലോണം സ്പീഡിൽ കറങ്ങുന്നുണ്ട്. ഭയങ്കര കാറ്റാണ്. അതെ, കാറൊക്കെ പറന്നു പോകുമ്പോ പോലെ അങ്ങനെ തോന്നുന്നത്. കാരണക്കാര് കുലുക്കമുണ്ട്. ഇത്രയും സ്പീഡിൽ കറങ്ങുന്നത് നോക്കി. ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല ഇത്ര സ്പീഡിൽ. ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. മരങ്ങളിലൊക്കെ നോക്കി കണ്ടോ? നല്ല കാറ്റാണ് ഇവിടെ. ശരിക്കും ഞങ്ങളിതാ വീടെത്താറായി. അതെ, കുറച്ചു നേരം കൂടി. അതെ, നല്ല ടയർഡാണ്. ഏവയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങി. മാത്രമല്ല എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. രാത്രിയിലാണെങ്കിൽ ഉറങ്ങിയില്ല. ഏവയ്ക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ പനിയൊക്കെ ആയിട്ട് എന്താ പറയുന്നത്, രാത്രിയിലാണെങ്കിൽ ഉറക്കിയതൊന്നുമില്ല ഞങ്ങളെ. അത് കാരണം ഞങ്ങളുടെ ഉറക്കം ശരിയായില്ല. ഉറക്കം വരുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ. ഷോപ്പിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മളെന്തെങ്കിലും കുക്ക് ചെയ്യാന്ന് കരുതി നമ്മുടെ ഇവിടെ നിൽക്കുന്ന ചീരയെല്ലാം പറിച്ച് അങ്ങനെ നമുക്ക് കറി വെക്കാം അല്ലേ? അതെ, തോരൻ വെച്ചേക്കാം. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്കൊന്നും നമുക്കിത് കിട്ടത്തുമില്ല. എല്ലാം പോകുകയും ചെയ്യും. കാരണം ഉടനെ തന്നെ തണുപ്പാവും. അടിപൊളി പട്ടുചീര. അതെ, നല്ല റെഡ് കളറാണ്. നല്ല കളറുണ്ട് കണ്ടോ. ചുമല ചീരയും പച്ചച്ചീരയും എല്ലാം നമ്മൾ പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളതെല്ലാം പിച്ചെടുത്ത് അപ്പൊ നമുക്ക് തോരൻ വെക്കാം. വാടിപ്പോ നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാം നശിച്ചു പോകും. അതെ, അതുകൊണ്ട് നമുക്ക് പിച്ചി തോരൻ വെക്കാൻ കരുതി. ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ നമ്മള്. ഹലോ, നാട്ടിലൊക്കെ പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീട്ടിൽ വന്നതാണ്. കണ്ടിട്ട് പോവാന്ന് കരുതി. അതെ, അപ്പൊ അതിന് വേണ്ടിട്ടാ ഞങ്ങളപ്പം ബ്ലൂബെറീസ് ഒക്കെ നോക്കുമായിരുന്നു. ബ്ലൂബെറീസ്, സ്ട്രോബെറി ഒക്കെ. ഇവിടെ ഇഷ്ടംപോലെ സ്ട്രോബെറി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിർമ്മിച്ചത്. അപ്പൊ എല്ലാം പോയി. എന്റെ സീസണൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത വർഷം പിടിക്കത്തുള്ളൂ. വിന്റർ ആയാലും നശിച്ചൊന്നും പോത്തില്ല, ഇവിടെ തന്നെ കാണും. അതെ, ഇത് കിളി ഇങ്ങനെ വരാതെ കിളി കൊത്താതിരിക്കാൻ വേണ്ടിട്ട് മൂടിയിട്ടേക്കാണ്. അതെ, പിന്നെ ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ട് കുറച്ച് പൂക്കളൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. കണ്ടോ, നോക്കാം. നല്ല അടിപൊളി പൂക്കളെ, നല്ല രസമുണ്ടേ. ആണോ?
ടയറാണ് ഇവരുടെ ട്രാക്ടറിന്റെ ടയറിലാണ് വെച്ചേക്കുന്നത്. ടയറിനകത്ത് മണ്ണ് നിറച്ചിട്ട് വെച്ചേക്കാണ്. അന്നയാണെന്നുണ്ടെങ്കിൽ ഇത് ഏവമോളുമായിട്ട് ഗ്ലാസ് ഹൗസിനുള്ളിലാണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇത് ആപ്പിള്, നല്ല ആപ്പിളായിരുന്നു ഇത്. പക്ഷെ അതിനകത്ത് എല്ലാം തീർന്നു. ഇനി ഒരെണ്ണേ ഉള്ളൂ ഏറ്റവും മുകളിൽ നിൽക്കുന്നതാ, കണ്ടോ? ആ വെച്ചിക്കോ. ഏവയ്ക്ക് കൊടുക്കാം. എന്താ പറഞ്ഞ അത്? ആപ്പിള്. എന്താ ടൊമാറ്റോ. ഇത് കണ്ടോ, ഇവിടെ ടൊമാറ്റോ നിപ്പുണ്ട്. ഇത്രയും വലുതായിട്ടാണ് നിൽക്കുന്നത്, കണ്ടോ? ഇത് വേറെ ഗ്ലാസ് റൂമാണ്. അപ്പൊ ഇതിനകത്താണ് ഇങ്ങനെ ടൊമാറ്റോ വെച്ചിരിക്കുന്നത്. എന്ത് ഹൈറ്റായി നോക്കി. ഇതാ കണ്ടോ, ചെറിയ ടൊമാറ്റോസ് ആണ്. ഏവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുന്തിരിയാണ്, കണ്ടോ? മുന്തിരി ഇവിടെ ഇങ്ങനെ വെച്ചേക്കാണ്. ആണോ? കാണിച്ചേ. നമ്മുടെ ബ്ലൂബെറീസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണ് ലിങ്കോൺ ബെറീസ്. ഇപ്പൊ ലിങ്കോൺ ബെറീസിന്റെ സീസൺ ആണ്, കണ്ടോ? ഇത് കുറച്ച് ലേറ്റ് ആയിട്ടേ അതാവത്തുള്ളൂ. അത്രയ്ക്ക് മധുരമില്ല മറ്റേതിന്റെ അത്രയും. പക്ഷെ ഇത് നല്ലതാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. നോക്കി ഇവിടെ എല്ലാം ഇഷ്ടം പോലെ നിപ്പുണ്ട്. എന്തോരോ അല്ലേ. ഇവിടെ ഒന്നും ആ ഒരു പിച്ചാതെ വേണ്ടാതെ ഇങ്ങനെ കിടക്കാണ്. ആർക്കും വേണ്ടത്. മീറ്റുമായിട്ട് കഴിക്കാൻ ഇത് ഏറ്റവും കൂടുതൽ നല്ലതെന്നാ പറയുന്നത്. ലിവറൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഇവര് മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട്. ടാറ്റാ. അപ്പൊ ഏവ ഇവിടെ നിൽക്കുവാണ്, ഞങ്ങൾ പോവാ. ഏവ ഇനി 5 മണിയാകുമ്പോഴേ കൊണ്ടുവരത്തുള്ളു. ടാറ്റാ. ടാറ്റാ. അപ്പൊ നമ്മള് വീട്ടിലോട്ട് പോവാണ്. ഏവമോൾ അവിടെ ആക്കി. ഇനി അവര് കൊണ്ടുവന്ന് വിട്ടോളും. പ്രശ്നമൊന്നുമില്ല. ഏവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ അന്നയുടെ നിൽക്കാനായിട്ട്. ഭയങ്കര ഫ്രണ്ട്ലി ആണ് അവര്. അതെ, അവരെപ്പോഴും ചോദിക്കും ഏവയെ കുറച്ചു നേരം നിർത്താമോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏവ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് കുറച്ചു നേരത്തേക്ക് കൊടുത്തിട്ട് വന്നതാണ്. ഞങ്ങൾക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട് വീട്ടില്. ഇപ്പൊ പോവാനായിട്ടുള്ള പാക്കിങ് കാര്യങ്ങളും എല്ലാം. അതെ, അങ്ങനെ ഇങ്ങനെ കിടക്കുവാണ്. വീടൊക്കെ വൃത്തിയാക്കണം. ഒരുപാട് പണിയാ, തിരക്കാ. അപ്പം അവളെ അവിടെ നിർത്താന്ന് കരുതി. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ നാട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.